ഇന്ത്യൻ സേന അതിർത്തി മേഖലകൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഭൗമരാഷ്ട്രീയ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ ശ്രദ്ധയോടുകൂടിയാണ് കാലെടുത്ത് വയ്ക്കുന്നത്. മാറി മാറി വരുന്ന താല്പര്യങ്ങൾക്കനുസൃതമായി നേതാക്കന്മാരുടെ കടന്നുവരവോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ഭൂപ്രദേശത്തും വലിയൊരു യുദ്ധത്തിനുള്ള സാധ്യത, വലിയൊരു അസ്വസ്ഥതയ്ക്കുള്ള സാധ്യത അതുതന്നെയാണ് നോക്കിക്കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നതും അതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞിരിക്കുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയാണ്. അങ്ങനെ വ്യോമമേഖലയിലായിക്കോട്ടെ, സമുദ്രമേഖലയിലായിക്കോട്ടെ, കരമേഖലയിലായിക്കോട്ടെ ഒക്കെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ ഓർത്തു പറയുന്നത്. അതിനുവേണ്ടി കൂടുതൽ കരുത്തരായ പോർമുഖങ്ങൾ തുറന്നു വരുന്ന സാഹചര്യത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ, അവിടെ ആധിപത്യം പുലർത്താൻ കഴിയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഇന്ത്യ മാറേണ്ടത്. ആകാശ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ കരുത്തത് 10 മടങ്ങാക്കി വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് സേനാ മേധാവിമാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ കരുത്തു വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതിനോടകം തന്നെ തേജസ് യുദ്ധവിമാനങ്ങൾ 5 എണ്ണം കൂടി റെഡിയാക്കിയിരിക്കുന്നു, കലവറയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നു. തേജസ് MK-1A വിഭാഗത്തിൽപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ വ്യോമസേനയ്ക്ക് കൈമാറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അറിയിച്ചിരിക്കുന്നത്. ഏറെ സങ്കീർണമായ രീതിയിലുള്ള ഭൂപ്രദേശത്തും നമുക്ക് കൃത്യമായ മേൽക്കൈ വ്യോമമേഖലയിൽ ലഭിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെ ആശ്രയിക്കുന്നത്. നിർമ്മാണം തീർന്നെങ്കിലും ഇവ യുദ്ധസന്നദ്ധമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്റ്റാഫ് ക്വാളിറ്റേറ്റീവ് റിക്വയർമെൻറ്റ്സിൻ്റെ അന്തിമ ഘട്ടം കൂടി കഴിയണം. ആ പരിശോധനയിൽ, ആ പരീക്ഷണത്തിൽ വിജയിക്കുക കൂടി ചെയ്യണം. അതുകൂടി കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തം. 2026 മെയ് മാസത്തിൽ സമഗ്രമായി തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ മുഴുവൻ പുനരവലോകനം ചെയ്യും. അതിനുശേഷം വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകും. ഏത് തരത്തിലുള്ള ആക്രമണ പദ്ധതി ആയിരിക്കണം നാം ആസൂത്രണം ചെയ്യേണ്ടത് എന്നതിൻ്റെ സൂചനയും പുറത്തുവിടും. തേജസ് MK-1Aയിൽ മിസൈലുകൾ ഘടിപ്പിച്ചുള്ള ആക്രമണ പരിശോധന മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഗുണനിലവാരം കൂടി യുദ്ധസന്നദ്ധത ഈ അവലോകന യോഗത്തിൽ കൃത്യമായി കർശനമായി പരിശോധനാ വിധേയമാക്കി മാറ്റുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വിവിധ വേഗതകളിലും ആകാശ വ്യതിയാനങ്ങളിലുമൊക്കെ കൃത്യമായി ഇതിന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ, ഇതിന് മേൽക്കൈ നേടാൻ സാധിക്കുന്നുണ്ടോ, ഇലക്ട്രോണിക് വാർഫെയറും എയ്സാർ റഡാറും സംയോജിച്ച് സുഗമമായി തന്നെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്, പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ യുദ്ധമുഖത്തൊരു ആവശ്യമുണ്ടായാൽ അതിന് സജ്ജമാണോ ഈ വിമാനം? പെട്ടെന്ന് പറന്നു ചെല്ലാനും ആവശ്യം കഴിഞ്ഞാൽ അതിവേഗത്തിൽ തിരികെ എത്താനുമുള്ള കഴിവ്, ഇതൊക്കെ തന്നെയാണ് ഒരു പോർമുനയ്ക്ക്, പ്രത്യേകിച്ചും പോർമുഖങ്ങളിൽ ആവശ്യമായി വരുന്നത്, സൈന്യത്തിന് കൂടുതൽ മുതൽക്കൂട്ടായി മാറുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ അളവുകോൽ തിട്ടപ്പെടുത്തിയതിനു ശേഷമായിരിക്കും സേനയ്ക്കിത് സ്വന്തമാകുന്നത്. ഈ പരിശോധനകളൊക്കെ തന്നെ വിജയകരമായി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 5 തേജസ് MK-1A വ്യോമസേനയുടെ സ്ക്വാഡ്രൻ്റെ ഭാഗമായി മാറും എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പറക്കുന്ന ശവപ്പെട്ടി എന്ന രീതിയിൽ പരിഹസിച്ചിരുന്ന MiG വിമാനങ്ങൾ പഴയ യുദ്ധവിമാനത്തോട് വിട പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പകരമായി തേജസിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഭാരം കുറവായിട്ടുള്ള എന്നാൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആധുനിക യുദ്ധവിമാനം തന്നെയാണ് തേജസ് മാർക്ക് MK-1A എന്ന യുദ്ധവിമാനം. ബലാക്കോട്ടിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ 2019 ഇന്ത്യ വിറപ്പിച്ചത്. അന്ന് ആക്രമിച്ചപ്പോൾ ആകാശത്ത് കരുത്തു കാട്ടാനായി ശ്രമം നടത്തിയിട്ടുള്ള പഴയ മിഗുകളെ പോലെയല്ല ഇനി ഇന്ത്യയുടെ ആകാശ യുദ്ധം മുന്നോട്ട് നയിക്കാനായി പോകുന്നത്. റഫേലുകളും തേജസും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് അതിശക്തമായൊരു പോർമുഖം തന്നെയാണ് നാം ഇനി ശത്രുക്കൾക്ക് നേർക്ക് തുറക്കാൻ പോകുന്നത്. മാരകമായ മിസൈലുകളും വഹിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകാൻ കഴിയുന്ന തേജസ് മാർക്ക് 1Aയിൽ എല്ലാ തരത്തിലുമുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും സമന്വയിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ നാസിക്കിലെ നിർമ്മാണശാലയിൽ നിന്നും എത്തിയ ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനമായിട്ടുള്ള തേജസ് മാർക്ക് 1A വലിയൊരു നാഴികക്കല്ല് കൂടി തന്നെയാണ് സേനാ വിഭാഗത്തിന് നൽകുന്നത്. മറ്റൊരു 9 തേജസ് വിമാനങ്ങൾ കൂടി അവസാന മിനുക്കുപണിയിൽ കൂടിയാണ്. വളരെ വേഗത്തിൽ നമുക്കത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. 2021 ഫെബ്രുവരിയിലാണ് 83 തേജസ് MK-1A യുദ്ധവിമാനങ്ങൾ കൈമാറാൻ 48,000 കോടി രൂപയുടെ കരാറിൽ HALലും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും ഒപ്പുവെച്ചത്. എന്നാൽ ഉൽപ്പാദനത്തിൻ്റെ പ്രധാന ഘടകമായിട്ടുള്ള എയ്റോ എഞ്ചിൻ നൽകേണ്ടത് അമേരിക്കയിലെ GE എയ്റോസ്പേസ് എന്ന കമ്പനിയായിരുന്നു. ഇത് നൽകുന്നതിലെ കാലതാമസമുണ്ടായത് കാരണം തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ഈ 5 വർഷം നീണ്ടുപോകേണ്ടി വന്നു. മറ്റൊരു 9 തേജസ് MK-1A വിമാനങ്ങൾ കൂടി തയ്യാറായി കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എഞ്ചിൻ കിട്ടുന്ന മുറയ്ക്ക് ഇതുകൂടി വ്യോമസേനയ്ക്ക് കൈമാറുമെന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറയുന്നത്.
ഒറ്റ എഞ്ചിനുള്ള മൾട്ടി റോൾ യുദ്ധവിമാനമായിട്ടുള്ള തേജസ് MK-1 വെല്ലുവിളികൾ ഉയർത്തുന്ന വ്യോമ സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യാൻ മിടുക്കുള്ളവയാണ്. വ്യോമ പ്രതിരോധം, സമുദ്ര നിരീക്ഷണം, ആക്രമണം എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത വിമാനം കൂടിയാണിവ. 5 എഞ്ചിനുകൾ ഈ അടുത്ത GE നൽകിയിരുന്നു. അതേ തുടർന്നാണ് ഈ 5 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. ഇന്ത്യയുടെ ഫൈറ്റർ സ്ക്വാഡ്രണിലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 42-ൽ നിന്നും 30 കുറഞ്ഞതോടെയാണ് നിർമ്മാണം വളരെ വേഗത്തിൽ കൂട്ടുന്നത് എന്നാണ് HAL പറയുന്നത്. ഇന്ത്യയുടെ ആകാശ യുദ്ധത്തിൽ എടുത്തു പറയേണ്ട കഴുകന്മാർ കൂടിയാണ് ഈ യുദ്ധവിമാനങ്ങൾ. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നിലധികം ആളുകളുണ്ട്. ഇനി പോർമുഖത്ത് വ്യോമമേഖലയിൽ കാണപ്പെടുന്നത് തേജസിനെ കൂടാതെ ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയിട്ടുള്ള റഫേൽ, മിറാഷ് 2000, സുഖോയ്, ജാഗ്വാർ എന്നിവയാണ്. ഇപ്പോൾ ആകാശ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട പോരാളികളും ഇവർ തന്നെയാണ്. പഴയ തലമുറയിലെ യുദ്ധവിമാനമായിട്ടുള്ള MiG-21 പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേന വിട പറഞ്ഞു കഴിഞ്ഞു. പകരം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസിനെ ആശ്രയിക്കുന്നു. 38 മുതൽ 40 വരെ തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഈ സംഘത്തിലേക്കാണ് പുതിയ പരിഷ്കരിച്ച പതിപ്പുകൾ കൂടി എത്തിച്ചേരുന്നത്. 36ഓളം റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട്. ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള റഫേൽ നിർമ്മിച്ച ഡസോൾട്ട് ഏവിയേഷൻ പണ്ട് നിർമ്മിച്ച മിറാഷ് 2000 എന്ന യുദ്ധവിമാനം 45 മുതൽ 50 വരെ നമ്മുടെ കൈവശമുണ്ട്. ഫ്രാൻസിൽ നിന്നും പഴയ മിറാഷ് 2000 ഇപ്പോഴും ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ കൈവശമുള്ള മിറാഷ് 2000-ന്റെ സ്പെയർ പാർട്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ കൈവശം 259 മുതൽ 260 വരെയാണ് സുഖോയ് 30 MK-1 യുദ്ധവിമാനങ്ങളുള്ളത്.